ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു വചനത്തിൻ്റെ ഒരംശം നമുക്ക് പ്രാർത്ഥനയോടെ വായിച്ച് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചന വേദാംശം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 28 വാക്യം 20-ന്റെ അവസാന ഭാഗം. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവിൽ പ്രിയരെ, നാം ഇന്ന് ധ്യാനിക്കുന്നത് ഉയർത്ത കർത്താവിൻ്റെ അന്ത്യ വചസ്സുകളാണ്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാരുമായി സംസാരിക്കുകയാണ്. ഈ സംഭാഷണത്തിൽ യേശു പ്രത്യേകിച്ച് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങളാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ, അഥവാ പരസ്യ ശുശ്രൂഷയിൽ എന്തെല്ലാം ഉപദേശങ്ങളും പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകിയോ അതെല്ലാം അവർ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും പഠിപ്പിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ് കർത്താവ് അന്ത്യവചസ്സുകളായി അവരോട് പറയുവാനിടയായത്. തുടർന്നാണ് നാം കുറിവാക്യമായി വായിച്ച അന്ത്യവചസ്സുകൾ പറഞ്ഞത്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന്. പ്രേക്ഷിത പ്രവർത്തനം ദൈവജനത്തിൻ്റെ കർത്തവ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇത് സംബന്ധിച്ച് പ്രസ്താവിച്ചത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നാണ്. നാം അറിഞ്ഞ സത്യം മറ്റുള്ളവരെ അറിയിക്കുവാൻ ബാധ്യസ്ഥരാണ്. നാം അറിഞ്ഞ സത്യം മറ്റുള്ളവരെ അറിയിച്ചില്ലെങ്കിൽ അത് പാപവുമാണ്, അത് ശിക്ഷിക്കപ്പെടേണ്ട പാപമാണെന്നാണ് വചനം പറയുന്നത്. ഇത് സംബന്ധിച്ച് പഴയ നിയമത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ലേവ്യർ അഥവാ ലേവ്യ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം. ഒരുത്തൻ സത്യവാചകം അഥവാ സുവിശേഷം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തൻ്റെ കുറ്റം വഹിക്കണം. നമുക്കറിയാം, പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. ഇവിടെ കർത്താവ് പാപം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ്, കുറ്റം വെളിപ്പെടുത്തുകയാണ്. കുറ്റവാളി എപ്പോഴും ശിക്ഷിക്കപ്പെടുമല്ലോ. ഇവിടെ സത്യവാചകം അഥവാ സുവിശേഷം കേട്ടവർ, ക്രിസ്തുവിനെ അറിഞ്ഞവർ, അംഗീകരിച്ചവർ, വിശ്വസിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ, അവർ ചെയ്യുന്ന അഥവാ അവർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കുറ്റത്തെക്കുറിച്ചാണ്, ഒരു പാപത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറിഞ്ഞ കാര്യം അറിയിക്കാതെ പാപം ചെയ്താൽ അവൻ കുറ്റവാളി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അന്ത്യവചസ്സുകൾ പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ആഹ്വാനമാണ്. ഇത്
നാം ഏറ്റെടുത്തേ മതിയാവും. ഇത് കർത്താവിൻ്റെ ദൗത്യ നിർവഹണമാണ്. ഇതിനായിരുന്നു കർത്താവ് കുരിശിൽ ദാഹിക്കുന്നു എന്ന് പറയുവാനിടയായത്. ദൈവം സൃഷ്ടിച്ച സകല ജാതി ജനങ്ങളെയും രക്ഷിക്കുവാനുള്ള ആത്മീയ ദാഹം. ആ ദാഹശമനത്തിന് ഓരോ തുള്ളി വെള്ളം കൊടുക്കേണ്ടത് ദൈവജനത്തിൻ്റെ പ്രത്യേകതയാണ്. എങ്ങനെയാണ് അത് നിർവഹിക്കുന്നത്? അതെ, യേശുവിൻ്റെ അന്ത്യവചസ്സുകൾ അനുസരിച്ചുകൊണ്ട് നാം പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ പങ്കാളികളാകുമ്പോൾ നാം യേശുവിൻ്റെ ദാഹം ശമിപ്പിക്കുന്നു. ആമേൻ, ആമേൻ. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷഗീതികൾ